അല്ലെങ്കിൽ വ്യഭിചാരം അല്ലെ. ഇനി സിയോനെ സംബന്ധിച്ച് ഇനി വ്യഭിചാരത്തിലായപ്പോൾ അനുദപിച്ചാൽ ഒന്നിച്ചു പോകും. പിന്നെ ഒറ്റ കാര്യത്തിലുള്ള എന്ത്? അവിശ്വാസത്തിന്റെ പേരിൽ മാത്രമേ ഉള്ളൂ സിയോനിൽ വിവാഹ മോചനം. പരസംഗം മൂലമല്ലാതെ മറ്റേതെങ്കിലും കാരണത്താൽ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മാത്രമാണ് വിവാഹമോചനത്തിന് സാധുതയുള്ളതായി യേശുക്രിസ്തു പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ വ്യഭിചാരം അല്ലെ. ഇനി സിയോനെ സംബന്ധിച്ച് ഇനി വ്യഭിചാരത്തിലായപ്പോൾ അനുദപിച്ചാൽ ഒന്നിച്ചു പോകും. പിന്നെ ഒറ്റ കാര്യത്തിലുള്ള എന്ത്? അവിശ്വാസത്തിന്റെ പേരിൽ മാത്രമേ ഉള്ളൂ സിയോനിൽ വിവാഹ മോചനം. ഭാര്യ ഭർത്താവിൽ നിന്ന് വേർപിരിയരുത്, ഭർത്താവ് ഭാര്യയിൽ നിന്ന് വേർപിരിയരുത്. അപ്പോൾ അവിശ്വാസിയായ ഒരു ഭർത്താവ് ഉണ്ടെങ്കിലും അല്ല അവിശ്വാസിനിയായ ഭാര്യ ഉണ്ടെങ്കിലും ജീവിത പങ്കാളി വിശ്വാസിയാണെങ്കിൽ അവരുടെ വിവാഹബന്ധം വിശുദ്ധിയിൽ തന്നെ നിലനിൽക്കുന്നുവെന്നും അവർക്കുണ്ടാകുന്ന മക്കൾ വിശുദ്ധരാണെന്നും ദൈവവചനം സാക്ഷ്യപ്പെടുത്തുന്നു. ഇത് തന്നെയാണ് സിയോനം പഠിപ്പിക്കുന്നത്.